Hello dears, welcome back to ISK Easy English. Hello dear students. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇംഗ്ലീഷിന്റെ നട്ടെല്ല് അത്തരത്തിൽ നമുക്ക് കരുതാവുന്ന ഈസ്, ആറ്, ആമ്, വാസ്, വേറ്. നിങ്ങൾക്കെന്നറിയാം, ഇതറിയാണെങ്കിൽ നമുക്കൊരുവിധം സെന്റൻസ് നമുക്ക് പറയാനും പറ്റും, എഴുതാനും പറ്റും. അപ്പൊ എന്താണ് ഈസിനും ആറിനും ആമിനും വാസിനും വേറിനും ശേഷം വരുന്നത്? അപ്പൊ നമുക്ക് നേരെ ഇനി നമുക്ക് ലാഗ് വരുത്തേണ്ട, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഈസ്, ആറ്, ആമ്, വാസ്, വേറ് ഇവയ്ക്ക് ശേഷം എന്ത് വരും? എന്തെഴുതണം? ആമ് കഴിഞ്ഞാൽ എന്തെഴുതണം? ആറ് കഴിഞ്ഞാൽ എന്തെഴുതണം? ഈസ് കഴിഞ്ഞാൽ എന്തെഴുതണം? നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് എന്താണ് എഴുതേണ്ടത്? അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് 2-3-4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, വളരെ സിമ്പിളായിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ ഒന്ന് കാണുക, മനസ്സിലാക്കുക. അപ്പൊ നോക്കൂ, ആദ്യമായിട്ട് ഈസ് ആണെങ്കിലും ആറാണെങ്കിലും ആം ആണെങ്കിലും അതിനുശേഷം എല്ലാറ്റിനും ശേഷം നമുക്ക് നാമം ഉപയോഗിക്കാം. ഒന്നാമത്തേത് നാമം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നൗണ്. അപ്പൊ ആദ്യം നിങ്ങൾക്ക് അറിയണം, എടോ എന്താണ് നാമം? നാമം എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനാണ് നമ്മൾ നാമം എന്ന് പറയാം? അപ്പൊ നേരെ ഉപയോഗിക്കേണ്ടത് നാമമാണ്. എന്താണ് നാമം? നാമം എന്ന് പറഞ്ഞാൽ എന്താ? നാമം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പേര്. പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ പേര്, വസ്തുക്കളുടെ പേര്, രാജ്യത്തിന്റെ പേര്, സാധനങ്ങളുടെ പേര്, മൃഗങ്ങളുടെ പേര്, എന്തിന്റെ പേരും. അത് നെയിം ഓഫ് എ പേഴ്സൺ ആവാം, തിങ് ആവാം, ഒബ്ജക്റ്റ് ആവാം, എന്തുമാവാം. അത് ലിവിങ് ആവാം, നോൺ ലിവിങ് ആവാം, ജീവനുള്ളതാവാം, ഇല്ലാത്തതാവാം. അപ്പൊ ഇത്തരത്തിൽ വസ്തുക്കളുടെ പേരിനാണ് നമ്മൾ എന്ത് പറയുന്നത്? നാമം. വസ്തുക്കളുടെ, ആളുകളുടെ, സ്ഥലത്തിന്റെ, രാജ്യത്തിന്റെ എല്ലാം പേരാണ് എന്ത്? നാമം. അപ്പൊ ഞാൻ തന്നെ പറയാണ്, എക്സാമ്പിൾ, ഐ ആം ഇസാഖ്. ഇസാഖ് എന്നുള്ളത് എന്തിന്റെ പേരാ? എന്റെ പേരാണ്, അല്ലെ? പേഴ്സൺ, ഒരാളുടെ പേരാണ്, വ്യക്തിയുടെ പേരാണ്. അപ്പൊ ആമിന് ശേഷം അത് വന്നു. ഇനി ആ നിൽക്കുന്നത് അഖിലാണെന്ന് വെക്കാം. നമ്മൾ എന്ത് പറയും? ഹി ഈസ് അഖിൽ. അവൻ അഖിലാകുന്നു. ഈസ് എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ്, ആറ്, ആമ് മൂന്നിന്റെ അർത്ഥം എന്താണ്? ആകുന്നു അല്ലെങ്കിൽ ആണ്. വാസ്, വേറിന് അർത്ഥം എന്താ? ആയിരുന്നു. ഇത് മനസ്സിലാക്കുക. അപ്പൊ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഈസ്, ആറ്, ആമ്, വാസ്, വേറ് ശേഷം നാമം വരും. ശേഷം നാമം വരും. അപ്പൊ നമുക്ക് എന്തും പറയാൻ പറ്റും. ഇപ്പോ ഹി ഈസ് എ സിംഗർ. ഹി ഈസ് എ സിംഗർ. ഇറ്റ് ഈസ് എ ബേർഡ്. ഇറ്റ് ഈസ് എ ക്രോ. ഇറ്റ് ഈസ് എ മങ്കി. ഇതൊരു മങ്കിയാണ്. ഇത് ഞാനെന്നല്ല പറഞ്ഞേ, ഇത്. ഇറ്റ് ഈസ് എ മങ്കി. ഇതൊരു മങ്കിയാണ്. അല്ലെങ്കിൽ നമുക്ക് ദിസ് പറയാൻ പറ്റും. ദിസ് ഈസ് എ ഡോഗ്. ഏറ്റവും സിമ്പിൾ അല്ലേ? ഇതൊരു ഡോഗാണ്. അപ്പൊ ഈസിന് ശേഷം എന്ത് വരുന്നു? ഒന്നാമത്തെ കാര്യം നൗണ്. ഇനി രണ്ടാമത്തെ കാര്യം, ഈസിന് ശേഷം എന്ത് വരുന്നു? രണ്ടാമത് എന്താ? രണ്ടാമത് വരുന്ന കാര്യമാണ് അഡ്ജക്റ്റീവ്, അതായത് വിശേഷണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിനൊക്കെ വിശേഷണം പറയാൻ പറ്റുമോ? മനുഷ്യന് വിശേഷണമുണ്ട്, അതായത് എല്ലാറ്റിനും, നാമങ്ങൾക്കെല്ലാം നമുക്ക് വിശേഷണം പറയാൻ പറ്റും, അല്ലെ? ഈ വിശേഷണങ്ങൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാണ്, ഞാൻ ഒരു ബുദ്ധിയുള്ള ആളാണ് എന്ന് വെക്കാം. അപ്പൊ ആം ബ്രില്യൻറ്റ്. ഞാൻ ബ്രില്യൻ്റ് ആണ്, ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്, ബ്രില്യൻറ്റ്. ഞാൻ വളരെ സ്മാർട്ടാണ്, ഐ ആം സ്മാർട്ട്. ഞാൻ ചെറുപ്പക്കാരനാണ്, അല്ലെ? കണ്ട തോന്നുന്നുണ്ടല്ലോ. അപ്പൊ ഐ ആം യങ്. ഞാൻ യങ്ങാണ്, ഐ ആം യങ്. യങ്, YOUNG, യങ്. ഐ ആം യങ്. ഞാൻ യങ്ങാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് പിന്നെ ഞാൻ ഹൈറ്റ് ഉള്ള ആളാണ്, അല്ല ഞാനല്ല അയാൾ, എല്ലാം എന്റെ കാര്യം തന്നെ പറയണ്ടല്ലോ. ഹി ഈസ് ടോൾ. അതുപോലെ തന്നെ ദ ഫ്ലവർ ഈസ്, കൂടെ പറഞ്ഞോളൂ, ദ ഫ്ലവർ ഈസിന് ശേഷം ഫ്ലവർ ആണ്. ഫ്ലവറിന് പറയാവുന്ന വിശേഷണം എന്താ? ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. ഇനി നെക്സ്റ്റ് എക്സാമ്പിൾ ഒന്നുകൂടി പറയാം. ആന. എലഫന്റ്. എലഫന്റ് ഈസ് ബിഗ്. എലഫന്റ് വലുതാണ്. എലഫന്റിന്റെ നിറം എന്താ? അത് വിശേഷണമല്ലേ? എലഫന്റ് വൈറ്റ് ആണോ? അല്ല. എലഫന്റിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ്. എലഫന്റ് ഈസ് ബ്ലാക്ക്. ആന കറുത്തിട്ടാണ്. വിശേഷണമാണ്, അല്ലെ? ബ്ലാക്ക്. അപ്പൊ രണ്ടാമത്തേത് വിശേഷണം. ആ വിശേഷണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എന്താന്ന് മനസ്സിലായല്ലോ. അതായത്
ഗുണമായിട്ട് പറയുന്നത്, ഗുണം സവിശേഷതയായിട്ട് പറയുന്നത്. ഒരാൾ വളരെ നല്ല ആളാണ്. നല്ലവൻ എന്താ ഇംഗ്ലീഷിൽ പറയാ, വിശേഷണം പറയൂ? ഗുഡ്. ഹി ഈസ് ഗുഡ്. അർജുൻ ഈസ് ഗുഡ്. അർജുൻ ഗുഡ് ആണ്. കൊള്ളാം. നെക്സ്റ്റ്, അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നാമം, രണ്ടാമത്തേത് അഡ്ജക്റ്റീവ്, മൂന്നാമത്തേത് ഞാൻ വെർബാണ് പറയുന്നത്. ഗൗരവമുള്ള കാര്യം, ഏത് വെർബിന്റെ രൂപം ഉപയോഗിക്കും? അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വെർബിന് എത്ര രൂപങ്ങളുണ്ട്? അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. കാരണം ഞാൻ ചോദിക്കുന്നത്, നമ്മൾ തമ്മിലൊരു ഇന്ററാക്ഷൻ വേണമല്ലോ, ഒരു കണക്ഷൻ. അപ്പൊ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വെർബിന് എത്ര രൂപങ്ങളുണ്ട്? അപ്പൊ നോക്കൂ, ഞാനിവിടെ പറയാണ്, എത്രയാണെന്ന് ഞാൻ പറയുന്നില്ല. വെർബിന്റെ ഒന്നാമത്തെ രൂപത്തിന്റെ കൂടെ ഈസോ ആറോ ആമോ ഉപയോഗിക്കാൻ പാടുണ്ടോ? ജസ്റ്റ് ഈറ്റ് എന്ന വെർബ്, എല്ലാവർക്കും താല്പര്യമുള്ള വെർബാണ് ഏത്? ഈറ്റ്. കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളില്ല, ഇല്ലല്ലോ. ഫുഡ് കഴിക്കാം. ഈറ്റ് എന്ന വെർബിന്റെ ഒന്നാമത്തെ രൂപമാണ് ഈറ്റ്. അതിന്റെ കൂടെ ഒരു കാരണവശാലും നിങ്ങൾ വെർബ് ചേർക്കരുത്. ഐ ഈറ്റ്, ഞാൻ കഴിക്കുന്നു. ഹി ഈറ്റ്സ്, സിംഗുലർ അല്ലേ, എസ് ചേർത്തു. ഹി ഈറ്റ്സ്, അവൻ കഴിക്കുന്നു. ഷീ ഈറ്റ്സ്, അവൾ കഴിക്കുന്നു. വി ഈറ്റ്, നമ്മൾ കഴിക്കുന്നു. ദേ ഈറ്റ്, അവരും കഴിക്കുന്നു. എല്ലാവരും കഴിക്കട്ടെ. നമുക്ക് നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഒന്നാമത്തെ രൂപത്തിൽ എവിടെയും നമ്മൾ എന്ത് ചെയ്തില്ല? ഈസോ ആറോ ആമോ ചേർത്തില്ല. ഇനി ഈറ്റിന്റെ രണ്ടാമത്തെ രൂപമാണ് എയ്റ്റ്, കഴിച്ചു. ഐ എയ്റ്റ്, ഞാൻ കഴിച്ചു. ഒരിക്കലും ഐ ആം എയ്റ്റ് എന്ന് പറയരുത്, പാടില്ല, തെറ്റാണത്. ഇനി അവര് കഴിച്ചു എന്ന് എങ്ങനെ പറയാ? ദേ എയ്റ്റ്, നമ്മളോ? വി എയ്റ്റ്, അവളോ? ഷീ എയ്റ്റ്, അവൻ. ഹി എയ്റ്റ്. ഈ രീതിയിൽ പറയും. ഇവിടെ ഒന്നും നമ്മൾ ചേർക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ചേർക്കണ്ട ആം, ആറ്, ഈസ്, വാസ്, വേറ് ചേർക്കണ്ട വെർബിന്റെ രൂപം ഏതാ? അറിയുന്ന ആളുകൾ പറഞ്ഞോളൂ. ഓക്കെ, പറഞ്ഞല്ലോ. അപ്പൊ ഇതാണ് വെർബിന്റെ രൂപം. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം, ഈറ്റിന്റെ മൂന്നാമത്തെ രൂപമാണ് ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ. അതാണ് മൂന്നാമത്തെ രൂപം, ഈറ്റൺ. ഈറ്റൺ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കണം. ആം ഈറ്റൺ. ഒരു കാരണവശാലും നിങ്ങൾ ഐ ഈറ്റൺ എന്ന് പറയരുത്. ഐ ആം ഈറ്റൺ. ഇനി ഞാൻ ഒരാളെ, ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ ഒരാളെ വെൽക്കം ചെയ്യുന്നു. ഐ വെൽക്കം, ഞാൻ വെൽക്കം ചെയ്യുന്നു. ആളെ പേര് വേണമെങ്കിൽ പറയാം. ഐ വെൽക്കം മൈ ഫ്രണ്ട് ടു മൈ ഹൗസ്. ഞാൻ എൻ്റെ സുഹൃത്തിനെ എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ചെയ്തു എന്നാണെങ്കിലോ, ഐ വെൽക്കംഡ് മൈ ഫ്രണ്ട് ടു മൈ ഹോം. എൻ്റെ സുഹൃത്തിനെ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് നോക്കൂ, മൂന്നാമത്തെ രൂപം വെൽക്കംഡ്, മൂന്നാമത്തെ രൂപവും വെൽക്കംഡ് തന്നെയാണ്. ശ്രദ്ധിക്കട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ പറയുമ്പോൾ ഇങ്ങനെ പറയണം, ഐ ആം വെൽക്കംഡ്. ഞാൻ സ്വാഗതം ചെയ്യല്ല, എന്നെ സ്വാഗതം ചെയ്യപ്പെടുന്നു. ഇനി ഇതിന്റെ ആ ഒരു ചേഞ്ച്, മീനിങ് ഡിഫറൻസ് നിങ്ങൾക്ക് വ്യക്തമാകുന്ന ഒരു അടിപൊളി എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗിവ് എന്ന വാക്കിന് അർത്ഥം എന്താ? നൽകുക. ഐ ഗിവ്, ഞാൻ നൽകുന്നു ഫ്രീ ആയിട്ട്. ഐ ഗിവ് ആൻ ഐസ്ക്രീം. ഐ ഗിവ് ആൻ അഡ്വൈസ്, ഞാനൊരു ഉപദേശം നൽകുന്നു. കാശ് കൊടുക്കാതെ കിട്ടുന്ന സാധനമാണ് ഏത്? ഉപദേശം. സോ ഐ ഗിവ് ആൻ അഡ്വൈസ്, ഞാനൊരു അഡ്വൈസ് നൽകുന്നു. ഐ ഗേവ് ആൻ അഡ്വൈസ്, അഡ്വൈസ് ഞാൻ നൽകി. ഐ ഗേവ് ആൻ അഡ്വൈസ് ഞാൻ നൽകി. ഇനി നോക്കൂ, ഞാൻ ഇവിടെ ആം ചേർക്കാണ്. ആം ഗിവൺ ആൻ അഡ്വൈസ്, ഒരു അഡ്വൈസ്, ഉപദേശം എനിക്ക് നൽകപ്പെടുന്നു. ഇങ്ങോട്ടാണ് കിട്ടുന്നത്. ഐ ഗീവ്, ഞാൻ നൽകുന്നു. ഐ ഗേവ്, ഞാൻ നൽകി. അവിടെ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. എന്നാൽ ഐ ആം ഗിവൺ ഇങ്ങോട്ട് കിട്ടുകയാണ്. ഐ ആം ഗിവൺ എ പ്രൈസ്, ഒരു സമ്മാനം എനിക്ക് നൽകപ്പെടുന്നു. അപ്പൊ മൂന്നാമത്തെ രൂപം, ആ മൂന്നാമത്തെ രൂപത്തിന്റെ കൂടെ ഓക്സിലറി വെർബ് ഈസോ ആറോ ആമോ വാസോ വേറോ ചേർത്ത് കഴിഞ്ഞാൽ ആ വെർബിന് അർത്ഥം നല്ല വ്യത്യാസം വന്നു അല്ലേ? അതായത് ഗിവ്, ഗേവ് ആ സെന്റൻസുകൾ പറയുമ്പോൾ അങ്ങോട്ട് നൽകുന്നു, അങ്ങോട്ട് നൽകി. അതേ സമയത്ത് ഐ ആം ഗിവൺ, എനിക്ക് ഇങ്ങോട്ട് കിട്ടി.
വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ, ഐ അവോർഡ്. ഞാൻ അവാർഡ് നൽകുന്നു, അങ്ങോട്ട് കൊടുക്കുകയാണ്. ഐ അവോർഡഡ്, ഞാൻ അവാർഡ് ചെയ്തു, അങ്ങോട്ട് നൽകി കഴിഞ്ഞു. എന്നാൽ ഐ ആം അവോർഡഡ്, മറ്റുള്ളവര് എനിക്ക് ഇങ്ങോട്ട് അവാർഡ് നൽകുന്നു, ഇങ്ങോട്ടാണ് ഞാൻ അവാർഡ് സ്വീകരിക്കുക ചെയ്തത്. അതാണ് വ്യത്യാസം. നിങ്ങൾ ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ വെർബിന്റെ മൂന്നാമത്തെ രൂപത്തിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈസോ, ആറോ, ആമോ, വാസോ, വേറോ ഉപയോഗിക്കേണ്ടത്. നാലാമത്തെ ഒരു കാര്യം കൂടി ഞാൻ അതിൽ പറഞ്ഞുതരാം. അതായത് വെർബിന്റെ ing രൂപത്തിന്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. കാരണം ing രൂപം വെർബായി വരുമ്പോൾ, പ്രത്യേകം നോട്ട് ചെയ്യട്ടോ, ing രൂപം വെർബായി വരുമ്പോൾ. എക്സാമ്പിൾ, ആം റീഡിങ്. ഒരിക്കലും നിങ്ങൾ ഐ റീഡിങ് എന്ന് പറയരുത്. ഒരിക്കലും നിങ്ങൾ ഐ കമ്മിങ് പറയരുത്. ആം കമ്മിങ്, ആം കമ്മിങ്, ആം ഗോയിങ്, ആം പ്ലേയിങ്, ആം റീഡിങ്, ആം ലിസണിങ്, ഹി ഈസ് ലിസണിങ്, ദേ ആർ കമ്മിങ്, വി ആർ ഗോയിങ്, വി ആർ വർക്കിംഗ്. കണ്ടോ, എല്ലാം ing രൂപം വെർബായി വരികയാണോ? നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിലറി വെർബില് ഈസോ, ആറോ, ആമോ, വാസോ, വേറോ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അപ്പൊ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ സ്ഥിരമായി പറയുന്ന പോലെ തന്നെ ഇന്നും പറയാണ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ? നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.